സിജോയാ ചോദിച്ചത്? സിജോനോട് ഞാൻ ജാസ്മിൻ്റെ കണ്ണിപ്പോൾ പുറത്തേക്ക് വരും. കാരണം അങ്ങനെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഗബ്രി ജാസ്മിനോട് പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ജാസ്മിൻ അത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാനാണ് ചോദിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി നീ എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്, സിജോ ചോദിച്ചു എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗബ്രിക്ക് അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനാണ് ഞാൻ സിജോൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു അവൻ കളിക്കാത്ത പോലെ നിനക്ക് തോന്നിയോ എന്ന്. ഗബ്രി പറയുന്നുണ്ട് എന്നോടല്ല ഞാൻ അവനോടാണ് ചോദിച്ചത്, കളിക്കാത്ത പോലെ തോന്നിയെന്ന് അവനോടാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി അപ്പം നീ എന്നോട് നുണയാണോ പറഞ്ഞേ ഗബ്രി എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ. ഗബ്രി നീ ഇരുന്ന് നുണ പറയുന്നത് എൻ്റെ അടുത്താന്ന് നീ ആലോചിക്കണം. നിന്നോട് ഞാൻ എടുത്തെടുത്ത് അപ്പോൾ ജാസ്മിൻ ആകെ പെട്ടിരിക്കുകയാണ്. ജാസ്മിൻ എത്ര ചോദിച്ചിട്ടും ഗബ്രി അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. നീ കേട്ടതിൻ്റെ കുഴപ്പമാണ്, അതിനെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതുപോലെ തന്നെയാണ് പറഞ്ഞത് എന്നാണ് ജാസ്മിനോട് ഗബ്രി പറയുന്നത്. അപ്പം നീ നുണ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗബ്രിക്ക് വീണ്ടും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ നുണ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോണത് നീ കാണും. ഗബ്രി നുണയാ പറഞ്ഞത്. ജാസ്മിൻ പറഞ്ഞതൊന്നും കേൾക്കാൻ ഗബ്രി കൂട്ടാക്കുന്നില്ല. ഗബ്രി ഭയങ്കര പ്രോഗ്ഡായിട്ട് ദേഷ്യപ്പെടുവാണ് ജാസ്മിൻ്റെ അടുത്ത്. ജാസ്മിൻ വീണ്ടും പറഞ്ഞിട്ട് ഗബ്രി നുണയാ പറഞ്ഞത്, ഗബ്രി എൻ്റെ അടുത്ത് അങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇതായിട്ട് തോന്നിയോ? ഞാൻ അവനോട് ചോദിച്ചു, അവൻ പറഞ്ഞെന്നാ ഗബ്രി നീ എന്നോട് പറഞ്ഞത്. ജാസ്മിൻ എന്തൊക്കെ ചോദിച്ചിട്ടും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടും ഗബ്രി അംഗീകരിക്കുന്നില്ല. വീണ്ടും ഗബ്രിക്ക് ദേഷ്യം വരികയാണ്. ഗബ്രി പറയുന്നുണ്ട് മതി ജാസ്മിൻ നിർത്തുമെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പം. ഞാൻ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞു. ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി നീ ഒന്ന് കൂളാകുക, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പം ഗബ്രി പറയുന്നുണ്ട് നീ കേട്ടതിൻ്റെ കുഴപ്പമാണ്, ഞാൻ പറഞ്ഞതിൻ്റെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ പല രീതിയിൽ പറയുന്നുണ്ട് സിജോ പറഞ്ഞെന്നാണ് നീ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ നീ എൻ്റെ അടുത്തുനിന്ന് പോ, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ജാസ്മിൻ വീണ്ടും ജാസ്മിൻ്റെ ദേഷ്യം വന്നിട്ട് കൂടി അവളത് കൺട്രോൾ ചെയ്ത് വീണ്ടും ഗബ്രീൻ്റെ അടുത്ത് ക്ലാരിറ്റിക്ക് വേണ്ടി ഇരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നീ ചെയ്യാത്തൊരു കാര്യം എനിക്ക് നിന്റെ തലയിൽ വെച്ച് കെട്ടേണ്ട കാര്യം എനിക്കെന്താ? എനിക്ക് നിന്നെ നുണയണാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? എനിക്കറിയില്ല. ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, വിട്ടേക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ അതിനെതിരെയൊക്കെ ചോദിക്കുന്നുണ്ട് ഗബ്രീൻ്റെ അടുത്ത്. ഗബ്രി ഈ ഒരു ടോപ്പിക്ക് മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാനത് കേട്ടോണ്ടിരിക്കുന്നു നിനക്ക് തോന്നണെങ്കിൽ അത് വിളിച്ചു. എന്താ പറഞ്ഞു? നീ നുണ പറഞ്ഞു. നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞതെന്ന് നീ എന്നോട് ചോദിച്ചു. നുണ പറയുന്നതെന്ന് ചോദിക്കുന്നത് നുണയെന്ന് വിളിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടോ? ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിക്ക് മോശം വരുന്ന രീതിയിൽ ജാസ്മിൻ ഇന്നേ വരെ ഈ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല, വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഗബ്രി ആണെങ്കിൽ വളരെയധികം ജാസ്മിൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിന് വളരെ ദേഷ്യത്തിലൂടെ മാത്രമാണ് റിപ്ലൈ കൊടുക്കുന്നുള്ളൂ. ജാസ്മിൻ ആണെങ്കിൽ നീ ഒന്ന് കൂളാകാനും അവനെ സമാധാനപ്പെടുത്താനും കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഗബ്രി തുടങ്ങിയപ്പം മുതൽ തന്നെ വളരെ ദേഷ്യഭാവത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഗബ്രി അവളൊന്നും ചെയ്തിട്ടില്ല, അവളുടെ കീറരുത്, അവളല്ല. എൻ്റെ മുമ്പിൽ നിന്ന് പോകും. ജാസ്മിൻ പറയുന്നുണ്ട് നിന്നെ കള്ളനാക്കിയിട്ടോ നിന്നെ വഞ്ചകനാക്കിയിട്ടോ ഒന്നും ജാസ്മിൻ ഒന്നും നേടാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവളെന്നോട് ഒരു വട്ടമല്ല 2 വട്ടം വന്ന് പറഞ്ഞു എന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും ഗബ്രി ദേഷ്യം പിടിച്ചിട്ട് റസ്മിനോട് ചോദിക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും ജാസ്മിൻ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. ഗബ്രി നിൽക്ക് എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. പിന്നെയും ഗബ്രിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല, എന്നാലും തിരിച്ചു വന്നിരുന്നു. ജാസ്മിൻ വളരെ ക്ലിയറായിട്ട് തന്നെ ഗബ്രിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കളയാതെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് ജാസ്മിൻ വിചാരിക്കുന്നത്. പക്ഷെ ഗബ്രിക്ക് അത് യാതൊരു മൈൻഡും ഇല്ല. വനദേവത രാജകുമാരി അവക്കൊരു വാക്കിടായിരുന്നു, എന്ത് നിങ്ങൾ പോയി സംസാരിക്കരുത് എന്നൊരു വാക്കിടായിരുന്നു. അത് ചെയ്യാത്തത് അവളുടെ തെറ്റാണെന്ന് അവൾ പറയുന്നേ. ാണെങ്കിൽ വരുന്ന ദേഷ്യം കടിച്ചമർത്തി ആ ഒരു റിലേഷൻ പോകണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പിന്നെയും താഴ്ന്നു ചെന്ന് ഗബ്രീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് ജാസ്മിൻ എന്താണ്
എത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഗബ്രിയുടെ അടുത്ത് ക്ലാരിഫൈ ചോദിക്കുന്നതെന്നാണ്. ഒരു കോമ്പറ്റീഷന് ചെന്നതല്ലേ, അത് മൈൻഡിലെടുത്ത അവിടെ വിന്നറാകാൻ എല്ലാ യോഗ്യതയുള്ള ഒരു കുട്ടിയായിരുന്നു ജാസ്മിൻ. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അതായത് ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ജാസ്മിൻ എല്ലാവരുടെയും അടുത്തുനിന്നും പല രീതിയിലുള്ള വെറുപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജാസ്മിൻ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു.